അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ കിട്ടി ഗൈസ്. രാവിലെ സീൻ മഴ. ഹലോ ഹായ്. ഇന്ന് വൈൽഡ് ക്യാമ്പ് ചെയ്യാനായിട്ട് പോവാണ്. ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ് പോകുന്നത്. ലേക്ക് ഡിസ്ട്രിക്റ്റ്. നമ്മളിപ്പോൾ ട്രെയിനിലാണ്. പ്രിസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ഇനി ഇവിടെ നിന്ന് വിൻ്റർമെയർ വരെ കൃപയുണ്ട് കൂടെ. ഇവിടെ നിന്നൊരു 1 hour ഉണ്ട് വിൻ്റർമെയർ വരെ. അവിടെ നിന്ന് എന്നിട്ട് നമ്മൾ ബസ് കയറും. ഓക്കെ, ലെറ്റ്സ് സീ. നമ്മൾ വിൻ്റർമെയർ റെയിൽവേ സ്റ്റേഷനകത്ത് എത്തി. ഇനി ഇവിടുന്ന് ബസ് കയറണം. വെതർ അടിപൊളി വെതറാണ്. ഇതുവരെ നല്ല വെയിലുണ്ട്. ഇനി ഇവിടുന്ന് ബസ് കയറണം. നമ്മളിപ്പോൾ ആമ്പിൾ സൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ബസ് ഇൻ്റർചേഞ്ച് ചെയ്യണം. നമ്മളിപ്പോൾ വിൻ്റർമെയറിനകത്ത് നിന്ന് 599 എന്നുള്ള ബസ് കയറി ഇവിടെ ആമ്പിൾ സൈഡിനകത്ത് വന്നിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇനി ഇവിടുന്ന് 516 കിട്ടണം. 516 എന്ന് പറഞ്ഞ ബസ് കയറിയിട്ട് ഓൾഡ് ന്യൂ ഡഞ്ചൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ അവിടുത്തെ സ്റ്റോപ്പിനകത്തായിട്ട് ഇറങ്ങണം. ബസ് വരാനായിട്ട് ഇനി ടൈം എടുക്കും. ഓൾമോസ്റ്റ് 1/2 hour പോസ്റ്റ്. പിന്നെ ഇത് വെതർ വലിയ വിഷയമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നല്ല സണ്ണിയാണ്. അറിയില്ല, നമ്മൾ പോണ സ്ഥലത്തോട്ട് ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടുത്തെ വെതർ അറിയാമല്ലോ, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ വെയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 മണിക്കൂർ ആകുമ്പോഴേക്കും മഴയായിരിക്കും. അങ്ങനെ എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ ഹൈക്കിങ്ങോ ക്യാമ്പിങ്ങൊക്കെ നോക്കുമ്പോഴേക്കും നമ്മൾ എപ്പോഴും വെതർ നോക്കിയിട്ട് പോകണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പ്രോപ്പർ ഗിയേഴ്സ് ഉണ്ടാവണം. കാരണം അവിടെ ഈ മല കയറുമ്പോഴാണെങ്കിലും ഇറങ്ങുമ്പോഴാണെങ്കിലും പ്രോപ്പർ ഷൂസ് ഒന്നും ഇല്ലെന്നാണെങ്കിൽ തെന്നാനും അല്ലെങ്കിൽ ആങ്കിളിൻ്റെ ലിഗമെൻറ്റിനൊക്കെ പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ചെറിയൊരു സ്ലിപ്പ് മതി നമ്മുടെ കാലിന് നല്ല പണി കിട്ടാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ കയറണ സമയത്തിക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റക്കായി പോകും. തിരിച്ചിറങ്ങി ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകണമെന്നാണെങ്കിൽ നല്ല ഇതുണ്ട്. അപ്പോൾ ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളെപ്പോലത്തെ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ട്രിപ്പ് പോയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം അല്ലെങ്കിൽ എന്തൊക്കെ ഗിയേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എസ്പെഷ്യലി വൈൽഡ് ക്യാമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെൻറ്റ് മസ്റ്റാണ്. സോ എടുക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അതായിരിക്കും നല്ലത്. ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ഹൈ എൻഡ് ബ്രാൻഡ്സ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നോർത്തേൺ ഫേസ്, പാൻറ്റഗോണി അങ്ങനത്തെ ബ്രാൻഡ്സിൻ്റെ വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ റീസണബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഡെക്കാത്തലോണിൻ്റെയൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഡെക്കാത്തലോണിൻ്റെ 2% ടെൻറ്റാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക അഫോർഡബിൾ പ്രൈസിനകത്ത് ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടും. സോ യെസ്. പിന്നെ വിൻ്റർമെയർ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ആരെങ്കിലും വന്നിട്ടില്ലെന്നാണെങ്കിൽ വിൻ്റർമെയർ ഇപ്പോൾ ലേക്ക് ഡിസ്ട്രിക്ട്സ് വരുമ്പോഴേക്കും വിൻ്റർമെയർ വിസിറ്റ് ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാകില്ല. സോ ഇപ്പോൾ വലിയ മല കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും വിൻ്റർമെയറിൽ നല്ല അടിപൊളി ലേക്ക് വ്യൂ ഉണ്ട്. നല്ല ബോട്ടിംഗ് സർവീസസ് ഉണ്ട്. പിന്നെ എൻ്റെ അടുത്ത് തന്നെയായിട്ട് ചെറിയ ചെറിയ പാർക്കുകളുണ്ട്. നിങ്ങൾക്കൊരു എന്താ പറയുക 1 day ഒക്കെ വന്ന് ഒരു ഹാമൊക്കെ കണ്ടെന്നാണെങ്കിൽ നല്ല ലേക്ക് സൈഡിനകത്ത് ഹാമൊക്കെ കെട്ടി നൈസ് ഒരു ചെറിയ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ചില്ല് ചെയ്തിട്ട് പോകുന്നതേ ഉള്ളൂ. യെസ്, ലെറ്റ്സ് സീ. നമ്മൾ പോണ സ്ഥലം നമ്മൾ സ്റ്റിക്കിൾ ട്രാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി അതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു പൈക്കിനകത്ത് ഞങ്ങൾ ഹൈക്ക് ചെയ്തായിരുന്നു. വൈൽഡ് ക്യാമ്പ് ചെയ്തായിരുന്നു. നൈറ്റ് ഞങ്ങൾ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്തായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ വെതർ മോശമായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്റ്റിക്കിൾ ട്രാനിലോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ പ്രാവശ്യം അവിടെ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിക്കിൾ ട്രാൻ പോയി നോക്കാമെന്ന് ആലോചിക്കുന്നു. നോക്കാം അവിടെയും വെതർ എങ്ങനെയാണെന്ന്. ലെറ്റ്സ് സീ.
കന പോസ്റ്റ് അടിച്ചിട്ട് ബസ് വന്നിട്ടുണ്ട്. 35 minutes പോസ്റ്റിന് ശേഷം ബസ് വന്നു. ബസ് കയറണം. ന്യൂ ഡഞ്ചൻ. നമ്മളിപ്പോൾ ആമ്പിൾ സൈഡിൻ്റെ അവിടെ നിന്ന് ബസ് കയറി ഇപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ന്യൂ ഡഞ്ചൻ ഹോട്ടലിൻ്റെ അവിടുത്തെ സ്പോട്ട്. ഇതാണ് ന്യൂ ഡഞ്ചൻ ഹോട്ടൽ അവിടെ ആയിട്ടാണ്. ഈ ബസ് സ്റ്റോപ്പ് തന്നെ ഒരു അടിപൊളി വ്യൂവിൻ്റെ ചുറ്റിനും മലയുടെ ഇടയിലാണ്. ഞാൻ കാണിച്ചു തരാം. Guys, അപ്പോൾ നമ്മൾ we are going to start the trial. चलो स्टिकिंग ट्राई. നമ്മൾ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്തു. നല്ല വെയിലുണ്ട്. സ്റ്റാർട്ടിങ് തന്നെ ചെറിയൊരു വാട്ടർഫോളൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ സ്റ്റാർട്ട്. ഇപ്പോൾ ക്ഷീണിച്ചു. ആപ്പിളൊക്കെ തിന്നുകൊണ്ടിരിക്കുക. നല്ല കയറ്റമുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ ഇട്ട് ഒരു മലയുണ്ട്, അങ്ങോട്ടായിരിക്കും നമ്മൾ പോണത്. എൻ്റെ പോനോ വിചാരിച്ച പോലെ അല്ല, നല്ല കയറ്റമുണ്ട്. ബട്ട് ദ വ്യൂ, When I checked the Google Maps, I had a feeling that it will be mostly flat. but the view, So nice. it's worth. അങ്ങോട്ടാണ് നമ്മൾ പോണത്. നോക്കിയ അടിപൊളി സ്റ്റെപ്പുകൾ, ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കയറാണ്ടിരിക്കുക. പക്ഷേ ഇതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹൈക്കിംഗ് ബൂട്ട്സ് അല്ലെങ്കിൽ അതിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ചെരുപ്പുകൾ അല്ലെങ്കിൽ ഷൂസ് പർച്ചേസ് ചെയ്യുക. ഇങ്ങനത്തെ ട്രെയിലുകൾക്കും വാക്കുകൾക്കും അല്ലെങ്കിൽ ക്യാമ്പിങ്ങിനൊക്കെ വരും. ഇല്ലെങ്കിൽ പ്രോപ്പർ ഗ്രിപ്പില്ലെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തെന്നിപ്പോയിട്ട് നമ്മുടെ ആംഗിളൊക്കെ ട്വിസ്റ്റഡായിട്ട് പണി കിട്ടും. അതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇതിങ്ങനത്തെ സ്റ്റെപ്സ് ആയിരിക്കും. അപ്പോൾ ഫുൾ ഇതായിരിക്കും. ഈ കോളാമ്പി പോലത്തെ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ അപ്പോൾ ഇതുപോലത്തെ ട്രെയിൽസ് ആയിരിക്കും ലേക്ക് ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഈ സാധനത്ത് കൂടുതൽ. അപ്പോൾ വെള്ളച്ചാട്ടവും മല മൊത്തം നനഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പുകളിൽ കൂടെ തന്നെ ഈ കാണുന്ന പോലെ അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്ലിപ്പറി ആയിരിക്കും ഭയങ്കര. അപ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ടുള്ള ഹൈക്കിംഗ് ഗിയേഴ്സ്, അറ്റ്ലീസ്റ്റ് ഒരു ഹൈക്കിംഗ് ബൂട്ടിങ്ങിലും ഒരു നല്ല ക്വാളിറ്റിയിലുള്ള. ഇപ്പോൾ ഞാൻ ഡെക്കാത്തലോണിനകത്തുള്ള ഒരു MH500 എന്നുള്ളൊരു ഹൈക്കിംഗ് ബൂട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് റീസണബിൾ പ്രൈസാണ്, അവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും എടുക്കുക. എങ്ങാനും ഇവിടെ വെച്ച് എന്തെങ്കിലും സ്ലിപ്പിംഗ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ, കയറുമ്പോഴാണെങ്കിലും ഇറങ്ങുമ്പോഴാണെങ്കിലും നമ്മുടെ ആംഗിളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റുവാണെങ്കിൽ
ഹോസ്പിറ്റലിലോട്ട് എത്താം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആംബുലൻസിന് എത്താം എന്നുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ആ താഴത്ത് നമ്മൾ തിരിച്ചെത്തണം. അപ്പോൾ അതിന് പിന്നെ നമ്മൾ ഹെൽപ്പ് ലൈനൊക്കെ വിളിച്ച ആൾക്കാരൊക്കെ വന്ന് തൂക്കി ഇറക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് മാക്സിമം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഹൈക്കിംഗ് ബൂട്ട്സ്, വാട്ടർ പ്രൂഫ് ആണെങ്കിൽ അത്രയും നല്ലത് എടുക്കും, നല്ല ഗ്രിപ്പൊക്കെ ഉള്ളത്. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും, ഇങ്ങനത്തെ ഒബ്സ്റ്റക്കിൾസിന് വലിയ ഇഞ്ചുറീസ് ഒഴിവാക്കാം. ട്രക്കിംഗ് ബൂട്ട്സ് വേണമെന്ന് പറയുന്നതിന് കാരണം ഇതാണ്, ഇത് ഒരു ഒബ്സ്റ്റക്കിളാണ്. കണ്ടോ, സ്ലിപ്പറി ആണെന്നുണ്ടെങ്കിൽ നേരെ ഒറ്റയടിക്ക് താഴത്തെത്തും. പെട്ടെന്ന് അങ്ങനെ ക്ലൈംബ് കഴിഞ്ഞു, സ്റ്റിക്കിൾ റാൻ എത്തി. കാണിച്ചു തരാം. സമയം ഇപ്പോൾ 3:30. നല്ല വെളിച്ചമുണ്ട്. ഇപ്പോൾ ക്യാമ്പ് ചെയ്യാനായിട്ട് പറ്റും എന്ന് തോന്നാറില്ല, കാരണം ആൾക്കാർ ഈ ട്രെയിലെടുത്ത് കുറേ പേര് വരുന്നുണ്ട്. ലേക്കിൻ്റെ കുറച്ച് സൈഡിനകത്ത് ഇത് ആക്ച്വലി മലയുടെ മുകളിനകത്ത്. ഇതെന്താണ് ശരിക്കും ഇത്? എങ്ങനെ ഈ മലയുടെ മുകളിനകത്ത് ഇത് വന്നേക്കുന്നത്? ഇത് മലയുടെ മുകളിലാ, കണ്ടോ, നമ്മുടെ ചുറ്റിനും മലയിലാണ്. ആ മലയുടെ മുകളിനകത്ത് ഇങ്ങനെ ഒരു കുഴി പോലെ ഇങ്ങനെ ലേക്കാണ്. ഈ ലേക്കിൽ നിന്നാണ് നമ്മൾ വന്നപ്പോൾ കണ്ടുള്ള വെള്ളച്ചാട്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് നമുക്കിങ്ങനെ ഹൈക്ക് ചെയ്ത് പല ഭാഗത്തോട്ടായിട്ട് പോകാനായിട്ട് പോസിബിൾ ആണ്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഓരോരോ സ്പോട്ടിലോട്ട് പോയിട്ട് ആൾക്കാരില്ലാത്ത ഈ വാക്ക് ട്രെയിലിൽ നിന്ന് മാറിയിട്ട് എവിടെയെങ്കിലും ആയിട്ട് ക്യാമ്പ് ചെയ്യും, വേറെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. പക്ഷെ മോസ്റ്റ്ലി ഒരു സൺസെറ്റ് ടൈമും പിന്നെ ആ ഒരു സണ്ണ് പോയതിന് ശേഷമായിരിക്കും എല്ലാവരും ക്യാമ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഞങ്ങളിപ്പോൾ നൈസിൽ അത്രയും നടന്ന് കയറിയോണ്ട് നൈസിലൊരു ബ്രേക്ക് എടുത്ത് ചില്ല് ചെയ്ത് ഒരു ബിയറൊക്കെ അടിച്ച് മെല്ലെ വേറെ ഏതെങ്കിലും സൈഡിലോട്ട് പോയിട്ട് ക്യാമ്പ് ചെയ്യാനായിട്ടുള്ളൊരു സ്പോട്ട് നോക്കണം. അല്ലേ കൃപ? അതാണ് ഉദ്ദേശം. അയ്യോ, ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു അമ്മൂമ്മയാണ്. ഒരു 10-75 വയസ്സുണ്ടാവും. കരോളിൽ നിന്നാണ് പേര്. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അയ്യോ, പുള്ളിക്കാരത്തി ഈ മല മൊത്തം ഞാൻ പറയില്ല, ഓൾമോസ്റ്റ് 1500 ഫീറ്റ് ഉണ്ട്. മണി പോലെയാണ് കയറി വന്നത്. പുള്ളിക്കാരത്തി ഒറ്റയ്ക്കല്ല, പുള്ളിക്കാരത്തിയുടെ ഗ്രാൻഡ് സണ്ണും ഉണ്ട്, ഗ്രാൻഡ് സണ്ണിൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. ചെറിയ പിള്ളേര് എന്ന് വെച്ചാൽ 11-15 വയസ്സുള്ള പിള്ളേരാ. പക്ഷെ അടിപൊളി. അമ്മമ്മേനെ പൊക്കി കയറ്റി ബാഗ് എടുത്ത് സെറ്റാക്കി. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ ഈ പ്രായത്തിനകത്ത് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ. പക്ഷെ എന്ത് രസമാണ് നോക്കിയേ. നടന്ന് കയറി വന്നപ്പോൾ
മുന്നിൽ വേറൊരു മല. അതിൻ്റെ മുകളിലോട്ട് നമ്മളിപ്പോൾ നിന്നിടത്തുനിന്ന് നമ്മൾ അവിടെ ഇരുന്ന അവിടെ നിന്ന് ഇപ്പോൾ കറങ്ങി കയറി വന്നു. കയറിയപ്പോൾ ഏതോ മുക്കിലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ആ മലയുടെ കാര്യമാണ്. ചുറ്റിനും മല. എടാ എങ്ങോട്ട് കയറാനാ നമുക്ക്? നേരെ ഒരു വഴിയുണ്ടെന്ന് തോന്നണം അവിടെ. ആദ്യം ഇതിന്റെ ഇങ്ങോട്ട് വാ. അതിന്റെ മുകളിൽ ഈശ്വർ. ഓ വെയിൽ വന്നു ഗൈസ്. ഫക്ക് യേ. നല്ല കാറ്റുണ്ട്. നടക്കാൻ തുടങ്ങി. കാറ്റ് കുറവുള്ള സ്ഥലത്ത് അടിക്കണം. നൈറ്റ് നല്ലോണം കാറ്റടിച്ച ടെൻ്റൊക്കെ പറന്ന് ഇവിടെ കിടക്കും. രാത്രി മലയിൽ രാവിലെ നമ്മൾ ആദ്യം നോക്കിയ സ്ഥലത്ത് പറ്റില്ല. അവിടെ എന്നുവെച്ചാൽ താന്നിരിക്കുക, ടെൻ്റ് അടിച്ച് ഊർന്നങ്ങ് പോകും. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആ മലയുടെ മുകളിലോട്ട് കയറാമെന്ന് പറഞ്ഞു. ആ വലിയ മല, ആ മലയിലോട്ടുള്ള ഇടുങ്ങിയ പാത. ഞങ്ങൾ 2 ആട്ടിൻകുട്ടികൾ മാത്രം. താഴത്തോട്ട് ഒരു കുഞ്ഞ് അരുവിയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് താഴത്തവിടെ ടെൻ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്, പക്ഷെ വാക്ക് ട്രെയിലുകളാണ്. ആൾക്കാർ ഇങ്ങനെ പോയിട്ടുണ്ട്. നടന്നു ഒരു രക്ഷയില്ല. അങ്ങനെ മലയുടെ കേറി ഇവിടെ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട്. നോക്കട്ടെ, ഒന്ന് ചവിട്ടി മെതച്ച് നോക്കട്ടെ. അയ്യാണ്ടായി പക്ഷെ അടിപൊളി, നല്ല വ്യൂ. എല്ലാ വഴിയിലും മല. ഇത് കാണും ചില സുന്ദര കരകരാന ഭൂമി. ആ സ്പോട്ട് സീനാണ്. അവിടെ വലിയൊരു കല്ലും മുളച്ചിരിക്കുന്നുണ്ട്. അവിടെ ടെൻ്റ് ചെയ്യുകയാണെങ്കിൽ കല്ലിരിക്കുന്നത് നമ്മുടെ നടുവിലായിരിക്കും. വേറെ സ്പോട്ട് നോക്കാനായിട്ട് കൃപേനെ നമ്മൾ വിട്ടിട്ടുണ്ട്. സ്പോട്ടൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ താഴത്ത് നേരത്തെ കണ്ട അരുവിയുടെ മറ്റൊരു സൈഡ് മണ്ടയിലെല്ലാം സ്ലോപ്പി ആയിട്ടുള്ള സ്ഥലമാണ്, ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ താഴത്തായിട്ട് അവിടെ ഒരു സ്പോട്ടുണ്ട്, അവിടെ ചെയ്യാൻ നോക്കി. കുത്തനുള്ള ഇറക്കമാണ്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ചന്തിയും തല്ലി താഴത്ത് വീഴും. താഴെത്തിയാൽ കാണാം.
ഫൈനലി ടെൻറ്റ് സെറ്റ് ചെയ്തു. ഞാനിപ്പോൾ ടെൻറ്റിൻ്റെ അകത്താണ്. കൃപ ടെൻറ്റിൻ്റെ പുറത്ത് എന്തൊക്കെയോ ഫൈനൽ മിനുക്കോണികൾ ചെയ്യുന്നു. നല്ല കാറ്റുണ്ട്, വെതറും മാറി. നമ്മൾ വന്നപ്പോൾ നല്ല വെയിലായിരുന്നില്ല, ഇപ്പോൾ അറ്റ്മോസ്ഫിയർ മാറി, നല്ല റെയിനി അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട്. എപ്പോൾ ആണെങ്കിലും ഒരു മഴ വരാം. നല്ല കാറ്റുണ്ട്. ടെൻറ്റിന് കുടുങ്ങായിട്ട് പുറത്തത്തെ വ്യൂ കാണിച്ചു തരാം. കണ്ടോ, നല്ല കാറ്റുണ്ട്. കാറ്റുണ്ട്, തണുപ്പുണ്ട് കുറച്ച്. രാത്രി ഇനിയിപ്പോൾ മഴയാണെങ്കിൽ തണുപ്പ് കൂടും. കൃപ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടേ ഇല്ല. നൈസിലൊരു അരുവി കാണുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. ഞങ്ങള് പാസ്ത മഴയ്ക്ക് മുമ്പേ ടെൻ്റ് അടിച്ചു സക്സസ്ഫുള്ളി. ഇവിടെ ആയിരിക്കും ഇന്ന് നൈറ്റ് താമസം. പീസും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. കാറ്റ് കണ്ടോ, ഹെവി വിൻഡാ വരുന്നത്. ഹെവി വിൻഡ് ആ സൈഡിൽ. നോക്ക്, എപ്പോഴും നിങ്ങൾ വൈൽഡ് ക്യാമ്പ് ചെയ്യാൻ വരുവാണെങ്കിലും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഹൈക്കിനോ അല്ലെങ്കിൽ ട്രെയിലിനോ വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ബിൻ ബാഗ് അതിനകത്ത് കരുതുക, ഒരു ചെറുത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നുണ്ട്, ഈ പാസ് കുക്കിന് ശേഷം ഇതിൻ്റെ വേസ്റ്റ് കവർ ഇതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് സൂക്ഷിക്കാം. പിന്നെ നിങ്ങളിപ്പോൾ യൂഷ്വലി നമ്മൾ മൗണ്ടൻസിനകത്ത് ട്രെയിലിൽ നിന്ന് എവിടെയെങ്കിലും മാറി ആൾക്കാരില്ലാത്ത സ്ഥലത്തായിരിക്കും നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നത്. ഐ മീൻ നമ്പർ 1 നമ്പർ 2 എല്ലാം. അപ്പോൾ മോസ്റ്റ്ലി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊന്നെങ്കിൽ ഒരു കുഴി എന്തെങ്കിലും ഡിഗ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നോർമലി ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ വെള്ളം ഉണ്ടെന്നാണെങ്കിലും വെള്ളം വാട്ട് എവർ ഈസ് എന്താ പറയുക, ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ആ കുഴിയിൽ തന്നെ മൂടുക. ഇപ്പോൾ ടിഷ്യൂ എന്തെങ്കിലും ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുഴിക്കകത്ത് തന്നെ മൂടുക. ഇല്ലെങ്കിൽ ഓൾവേസ് മേക്ക് ഷുവർ ഇങ്ങനത്തെ ബിൻ ബാഗിനകത്ത് എല്ലാം നിങ്ങളുടെ വേസ്റ്റ് നിങ്ങൾ കൊണ്ടുവരുന്ന എന്ത് സാധനം വേണമെങ്കിലും അത് നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോകാം. ഓക്കെ, നമുക്ക് പാസ്ത എന്തെങ്കിലും കഴിക്കാം. എപ്പോഴും ക്യാമ്പ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ഈസി കുക്ക് ഫുഡ്സ് എടുക്കണമായിരിക്കും നല്ലത്. ഇതുപോലെ പാസ്തയോ അല്ലെങ്കിൽ ഇതുപോലെ കപ്പ് നൂഡിൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഈസി സ്നാക്ക് പോലെ. എപ്പോഴും ഹെവി ആയിട്ട് കഴിക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം രാവിലെ അതിൻ്റേതായ കോൺസിക്വൻസസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ വയറും നമ്മൾ ഇത്രയും ഹൈക്ക് ചെയ്ത് ബോഡി അത്ര അനങ്ങിയിട്ടിരിക്കുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കുമ്പോൾ കുറേ ഫുഡ് കഴിക്കുമ്പോഴേക്കും ശരീരത്തെ അത് പിടിക്കണം എന്നില്ല. അപ്പോൾ രാവിലെ വയറ് അപ്സെറ്റ് ആവാം. അപ്പോൾ തിരിച്ച് ഹൈക്ക് ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ടാകാം. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത് പുറത്ത് നല്ല കാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ മറ്റേ ഷീൽഡില്ല, അത് പറഞ്ഞ് മേടിക്കണം നെക്സ്റ്റ് ടൈം. നമുക്ക് ഓരോ യാത്ര പോകുമ്പോഴാണ് നമുക്ക് അടുത്തത് എന്താണ് ആവശ്യം, പിന്നെ എന്ത് നമുക്ക് ഒഴിവാക്കാം ട്രിപ്പിനകത്തിൽ നിന്ന്. അങ്ങനെ നമുക്ക് എവിടെ വെയിറ്റ് ലെസ്സായിട്ട് നമുക്ക് കളയാം. അങ്ങനെ ഓരോ യാത്രയിൽ നിന്നാണ് ഞങ്ങളും പഠിക്കുന്നത്. ഓരോ യാത്ര ചെയ്യുമ്പോഴേക്കും ഓക്കെ ഇത് നമുക്ക് ആവശ്യമില്ല, എക്സ്ട്രാ വെയിറ്റ് ആണ്, അത് മാറ്റും. പിന്നെ എന്താണ് നമുക്ക് ആവശ്യം അത് അങ്ങനെ മാറ്റും. നെക്സ്റ്റ് ടൈം ഞങ്ങൾക്കൊരു വാട്ടർ ഫിൽറ്റർ മേടിക്കണം എന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈ സ്ട്രീമുകളിനകത്തൊക്കെ നല്ല വെള്ളമാണ്, എന്നാലും ഒന്ന് ഫിൽറ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന പോലെ അസുഖങ്ങളുണ്ടാകാം. അത് ടെൻറ്റിൻ്റെ ഉള്ളിനകത്ത് വെച്ച് ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷെ നമുക്ക് പുറത്ത് കാറ്റായതുകൊണ്ടും വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും വിശക്കുന്നതുകൊണ്ടും നമ്മളത് ചെയ്യുന്നതെന്നുള്ളൂ. ഇത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് എന്താ പറയുക, 40 ബോയിൽസ് എന്തോ കിട്ടുമെന്നാണ് പറഞ്ഞത്. 40 പ്രാവശ്യം വെള്ളം തിളപ്പിക്കുക എന്നുള്ള ഹീറ്റിനകത്ത് നമുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത്രയൊന്നും ഉണ്ടോയെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് മേടിക്കാൻ കിട്ടും. അത് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ പുറത്ത്
നമുക്ക് വെക്കാം. പിന്നെ എപ്പോഴും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷീൽഡുള്ളത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാറ്റുള്ള പ്രദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു ഇംപ്രൂവ് ഉണ്ടോ, നിങ്ങൾക്ക് ടെൻറ്റിൻ്റെ പുറത്ത് വെച്ച് തന്നെ കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല തണുപ്പ്, അത്രയും തണുപ്പില്ല എന്നാലും തണുപ്പുണ്ട്. ചൂട് പാസ്ത. വിശന്നിട്ടും കൂടി ഇരിക്കുന്നോണ്ട് പൊളിമൂട്. അടിപൊളി. ചൂട് വന്നിട്ട് കഴിച്ചോ. മഴ പെയ്യില്ലെന്ന് തോന്നുന്നു, കാറ്റടിച്ച് ഇങ്ങനെ പോകുന്നു തോന്നുന്നു. പോയാ മതി. കണ്ടത് ഇങ്ങനെ കാറ്റടിച്ച് പോവാ. ആ സൈഡൊക്കെ ക്ലിയറാ, കാണിച്ചു തരാം. ആ കണ്ടോ, സ്വർഗം പോലെ ഉണ്ട്. സ്റ്റേക്കിൻ്റെ പീസ് മേടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ഐസിലൊന്ന് സോൾട്ടും പെപ്പറും കുറച്ച് ലൈം ജ്യൂസും കുറച്ച് റോസ്മേരി ഗാർലിക് ഒക്കെ ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഇന്നലെ തൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് അതിന് ഒരു പീസ് എടുത്ത് കഴിച്ചു, കുഴപ്പമുണ്ടായില്ല. യെസ്. അപ്പോൾ ഞങ്ങളുടെ വൈനും ഇരിപ്പുണ്ട്. അപ്പം നൈസിൽ വൈനും ഓരോ സ്റ്റേക്കും കാച്ചാൻ കൊടുത്തു. ഡിന്നർ സെറ്റ്. നമുക്ക് ഇതുപോലത്തെ ഒരു ഹെഡ് ലാമ്പ് ഉണ്ടെന്നാണെങ്കിൽ, കാരണം രാത്രി ഇങ്ങോട്ട് നോക്കി നമ്മുടെ എന്താണ് അത് കാണുന്നത്, ഒട്ടും വെളിച്ചല്ല ബ്രോ, ഒട്ടും വെളിച്ചമില്ല. അപ്പോൾ നമുക്കിതുപോലെ ഇപ്പോൾ പുറത്തോട്ട് മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം പാത്രം കഴുകാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹെഡ് ലാമ്പ് ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ അങ്ങനെ പാമ്പുകളില്ല, ബട്ട് സ്റ്റിൽ ഈ അട്ട ഒച്ചകൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ തപ്പിയും തറഞ്ഞ് വീഴാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ഹെഡ് ലാമ്പ് ഉള്ളത് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച സ്റ്റേക്ക് കൊണ്ടുവന്ന പാത്രവും ചെയ്ത പാത്രമൊക്കെ കഴുകാനായിട്ട്. മാങ്ങാണ്ട് എനിക്ക് എന്ത് പേടിയാന്ന് പറയാൻ പറ്റുന്ന. കൃപയ്ക്ക് ഭയങ്കര പേടിയാണ് ഇവന്മാരെ. പക്ഷെ ഇവന്മാര് ഉപദ്രവകാരിയൊന്നുമല്ല, ഇവന്മാര് അവിടെ ഉപദ്രവില്ല. കണ്ടഞ്ഞ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളു. കണ്ട തലേക്ക് ഇരിക്കണ നോക്കിയാ മാങ്ങ. ഈ വെള്ളത്തിന്റെ മോയ്സ്ചർ ഉള്ളിടത്താണ് ഇവന്മാർ ഉണ്ടാവുന്നത്. കണ്ട കൊറേ ഉണ്ട്. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പം 7 മണിയായി. ഉറക്കം കുഴപ്പമുണ്ടായില്ല, നല്ല കാറ്റായിരുന്നു, സീൻ കാറ്റ്, ടെൻ്റൊക്കെ കിടന്ന് കുലുങ്ങുമായിരുന്നു. ഇപ്പം രാവിലെ നല്ല കാറ്റുണ്ട്, പക്ഷെ മഴയൊന്നും പെയ്തില്ല, ചെറുതായിട്ടൊന്ന് ചാറിയെന്നുള്ളൂ. വേറെ മഴയുടേതായ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പുറത്ത് കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ മോർണിംഗ്. സൺറൈസും സൺസെറ്റൊന്നും കിട്ടിയില്ല, ആകെ മൂടി ക്ലൗഡായിരുന്നു. എന്നാൽ രാത്രി എപ്പോഴും നല്ല ക്ലൗഡ് ഇറങ്ങിയായിരുന്നു, പക്ഷെ ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. വിച്ച് വാസ് വെരി ഗുഡ്. നൈസ്. ഗൈസ്, നൈസിൽ മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. കണ്ട, നമ്മൾ നിന്നോടത്ത് ആന കടന്നിടത്ത് പൂട പോലുമില്ല. ഇവിടെ നമ്മൾ ഇന്നലെ നൈറ്റ് ക്യാമ്പ് ചെയ്തത്. അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ താഴത്തോട്ട് ഇറങ്ങണം. ഞങ്ങൾക്ക് 4 മണിക്കാണ് തിരിച്ച് ട്രെയിൻ. അപ്പോൾ
അപ്പോൾ താഴത്തിറങ്ങിയിട്ട് ആ ന്യൂ ഡഞ്ചൻ ഹോട്ടലിനകത്ത് നൈസിൽ ഒന്ന് കയറി ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബിയർ വല്ലതും ഒഴിച്ചിട്ട് നേരെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകും. ഓക്കെ. നല്ല മഴയുണ്ട്, വെതർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കൊരു കാറ്റ് വെയിലൊക്കെ വരും. അപ്പോൾ ഞാൻ ക്രോസ് ചെയ്യണമല്ലോ. തിരിച്ചു നടന്ന് സ്റ്റിക്കൽ റാൻഡ് അവിടെ എത്തി. നമ്മൾ ഇന്നലെ ഇവിടെ നിന്നായിരുന്നു തുടങ്ങി കറങ്ങിയൊക്കെ വന്ന്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴേക്കും ആ സ്റ്റാർട്ടിങ് പോയിന്റിനകത്ത് എത്തി. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇറങ്ങാനായിട്ട് എളുപ്പമായിരിക്കുന്ന വിചാരിച്ച, പക്ഷെ ഇറങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇറങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. പാത ഉണ്ടോ ഇങ്ങനത്തെ പാതയാണ്. അപ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെന്നാണെങ്കിൽ നമ്മൾ വന്നപ്പോൾ ഈ വഴി ക്രോസ് ചെയ്തായിരുന്നു വന്നേച്ചത്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത് ക്രോസ് ചെയ്യാണ്ട് ഈ ഓപ്പോസിറ്റുള്ള വഴി പോകാമെന്ന് ഓർത്തിരിക്കും. നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് വേ താഴത്തോട്ട് ഇറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡ് പിടിച്ചാൽ പോവാണ്. നമുക്ക് അങ്ങോട്ടാണ് എത്തേണ്ടത്. അവിടെ താഴത്ത് അവിടെയാണ് റോഡ് ഉള്ളത്. ഇറങ്ങി ഇതാണ് ഈ വെളിനാട്ടുകാരുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ പിള്ളേരൊക്കെ വെള്ളത്തിൻ്റെ അടുത്തോട്ട് വിടുകയും അങ്ങനത്തെ അഡ്വഞ്ചർപരമായിട്ടുള്ള ആക്ടിവിറ്റീസിലോട്ട് എൻഗേജ് ചെയ്യാനായിട്ട് മോസ്റ്റ് ഇന്ത്യൻ പാരൻസും വില്ലിങ് ആയിരിക്കില്ല. കാരണം നമുക്കറിയാം റിസ്ക് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലകത്തുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഇതാണെങ്കിൽ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൺട്രി സൈഡല്ല, ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു അറ്റത്താണ് ഈ സ്റ്റിക്കൽ റാൻഡ് ഇത് വരുന്നത്. അപ്പോൾ ഈ വാട്ടർഫോൾസിൻ്റെ ഇവിടുന്ന് ഞങ്ങളിവിടെ അതിൻ്റെ കോച്ചായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായ അവിടെ
ഇതൊരു കൈൻഡ് ഓഫ് വാട്ടർ സ്പോർട്സ് ആണ്. കാരണം നമ്മൾ ഈ ഹൈക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ കല്ലുകളുടെ ഇടയിൽ കൂടെ വാട്ടർഫോളിൻ്റെ ഇടയിൽ കൂടെ ഇവർ സ്വിമ്മിങ് സൂട്ടും അവർ കണക്റ്റഡ് ആയിരിക്കും എല്ലാവരും. ഇപ്പോൾ ഒരു ട്രാക്ക് പോലെ പോകണമെങ്കിൽ അവരെല്ലാവരും റോപ്പ് വെച്ച് കണക്റ്റഡ് ആയിരിക്കും. എന്നിട്ട് ഇവർ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെതിരെ നീന്തി അറ്റത്തൊരു വാട്ടർഫോൾ ഉണ്ട്, അതിൻ്റെ അവിടെ നിന്ന് അവർ മേളിൽ നിന്ന് റോപ്പ് ഇട്ട് അതും ക്ലൈംബ് ചെയ്തിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ആണ് ഇപ്പോൾ ഇവിടെ പിള്ളേർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പാരൻസ് ഇപ്പോൾ ഫാമിലി ആയിട്ട് വന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ പിള്ളേർ നമുക്ക് കാണുമ്പോൾ പേടിയാവും, പക്ഷേ അവർ എന്താ പറയുക ഔട്ട്ഡോർ അഡ്വഞ്ചർ എന്നൊക്കെ പറയുന്നത് ഇതാണ്. അവർക്ക് ചെറുപ്പത്തിലെ ആ ഒരു ഫിയർ ഇല്ലാണ്ടാക്കുവാണ്. അപ്പോൾ ലൈഫിന് എങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് എന്താ പറയുക സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വേ ഓഫ് തിങ്കിങ് കൊടുക്കും ഈ പ്രായത്തിൽ ഇങ്ങനത്തെ സ്പോർട്സിലോട്ടൊക്കെ ഇത് ചെയ്യുമ്പോഴേക്കും. അടിപൊളി, കണ്ടിട്ട് നൈസ്. ഞാനൊക്കെ മണ്ണപ്പം ചുട്ട് കളിക്കുമായിരുന്നു, മണ്ണിൽ വാരി. ഹൈക്ക് കംപ്ലീറ്റ് ചെയ്തു, വൈൽഡ് ക്യാമ്പിങ് ചെയ്തു. തിരിച്ചപ്പോൾ താഴത്ത് നമ്മൾ ട്രക്ക് തുടങ്ങിയ അവിടുത്തെ ഹോട്ടലിനകത്ത് വന്നേക്കുമാണ്. ജസ്റ്റ് ഒരു ഫിനിഷിങ്, ഒരു പൈൻ്റ് അടിക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു, ഇവിടുന്ന് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അഡ്വഞ്ചറസ് വീഡിയോസും ഹൈക്കിംഗ് വീഡിയോസ്, ക്യാമ്പിംഗ് വീഡിയോസ് അങ്ങനെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇനിയും പുതിയൊരു സ്ഥലമായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയുമായി വരും.